ഹലോ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും M4 ഓട്ടോടെക്കിൻ്റെ മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു ചെറിയൊരു ഡൗട്ടാണ്. എന്താണ് ഹാഫ് ക്ലച്ച്? ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരും എന്നിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കമൻറ്റായിട്ടും മെയിലായിട്ടും എനിക്ക് അയക്കുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഹാഫ് ക്ലച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെ ഹാഫ് പൊസിഷനാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് ക്ലിയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ താഴത്ത് കാണുന്ന ആ ചുമല സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്താലേ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് മെക്കാനിസത്തിലെ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും ഫ്ലൈ വീലും തമ്മിൽ ആദ്യമായിട്ട് നമ്മൾ ക്ലച്ച് പെഡലിൽ നിന്ന് കാല് റിലീസ് ചെയ്യാൻ നേരത്ത് ഇത് തമ്മിൽ അടുത്ത് വരും. അപ്പോൾ ഇത് വന്ന് തമ്മിൽ ക്ലച്ച് ഡിസ്കിന് പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്കിനെ ഈ ഫ്ലൈ വീലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഫസ്റ്റ് പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ടെക്നിക്കൽ അല്ലാത്ത രീതി പറയുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി ക്ലച്ചും ഫുള്ളായിട്ട് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്തിട്ട് പയ്യ നമ്മൾ ക്ലച്ച് പെഡലിൽ നിന്ന് ഒരു പോയിന്റ് തിക്നെസ് പയ്യ ബാക്കിലേക്ക് കാലെടുത്ത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ബാക്കിലേക്ക് കാലെടുത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ വൈബ്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് പയ്യെ കാലെടുക്കുകയാണ് വണ്ടി മുന്നിലോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോയിന്റിൽ വരുന്ന ആ സമയത്താണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അല്ലാതെ ക്ലച്ച് പെഡല് സെൻട്രൽ പൊസിഷനിൽ കൊണ്ട് നിർത്തുന്ന അല്ല ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഈ വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഡ്രൈവ് നേരെ ക്ലച്ച് മെക്കാനിസം വഴി ഗിയർ ബോക്സിലേക്ക് വന്ന് ഗിയർ ബോക്സിൽ നിന്ന് നേരെ റോഡ് വീലിലേക്ക് എത്തുന്ന ആ സമയത്താണ് ഈ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടായത്. അതായത് ഫസ്റ്റ് പോയിന്റ്, ആ പോയിന്റിൽ വരുന്ന ആ സമയം ക്ലച്ച് കോണ്ടാക്ട് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഓരോ വണ്ടികൾക്കും ഓരോ ലെവലിലായിരിക്കും ഈ ഹാഫ് ക്ലച്ച് പൊസിഷൻ ഇരിക്കുന്നത്. അതായത് വണ്ടിയുടെ ക്ലച്ച് മെക്കാനിസത്തിൻ്റെ ആ സ്പ്രിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ അനുസരിച്ചായിരിക്കും. പെട്രോൾ വണ്ടിയാകുമ്പോൾ കുറച്ച് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യും. ഡീസലാകുമ്പോൾ അതിനെക്കുറിച്ചും കുറച്ചും കൂടെ കാലെടുക്കേണ്ടി വരും. പിന്നെ ചില വണ്ടികൾക്ക് സെൻട്രൽ പൊസിഷനായിരിക്കും വരുന്നത്. അങ്ങനെ ഓരോ വണ്ടികൾക്കും ഓരോ രീതിയിലായിരിക്കും, ഓരോ പൊസിഷനിലായിരിക്കും ഹാഫ് ക്ലച്ചിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ഹാഫ് ക്ലച്ച് രീതി തന്നെയാണ് വണ്ടി ഒരു കയറ്റത്തിൽ നിൽക്കാൻ നേരത്തും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു നിരപ്പാട്ട് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന പോലെയല്ല ചെയ്യേണ്ടത്. അവിടെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ അഡ്വാൻസ് ആയിരിക്കണം. സ്പീഡിൽ നമ്മൾ ക്ലച്ച് താങ്ങുന്ന രീതി കുറച്ചും കൂടെ സ്പീഡ് ആവുകയും ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് കയറ്റത്തിൻ്റെ ഇതനുസരിച്ചുള്ള ആക്സിലേഷനും കൊടുക്കുകയും വേണം. അത്രയേ ഉള്ളൂ നമ്മൾ കയറ്റത്തിലും നമ്മൾ നിരപ്പാട്ടുള്ള റോഡിലും ഈ ചെയ്യുന്ന ഹാഫ് ക്ലച്ച് രീതി തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം. അതിന് മുമ്പ് നമുക്ക് ബ്രേക്കും ക്ലച്ചും കൂടെ ഒന്ന് ചവിട്ടാം. ക്ലച്ച് ഫുള്ള് ഞാൻ ചവിട്ടി. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. നമ്മൾ പറഞ്ഞ പോലെ ഒരു പോയിന്റ് തിക്നെസ്സിൽ ബാക്കിലേക്ക് കാല് റിലീസ് ചെയ്യുവാണ്. ക്ലച്ച് പെഡൽ ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. പയ്യെ റിലീസ് ചെയ്യുവാണ്. വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഇത് ക്ലിയർ ആകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ഞാൻ ബ്രേക്കിൽ നിന്ന് പയ്യെ കാലെടുക്കുവാണ്. ഇപ്പം നമുക്ക് കാണാം ഇവിടെ വണ്ടി മുന്നിലേക്ക് മൂവ് ചെയ്യുവാണ്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് കാണിച്ചു തരാം. ക്ലച്ച് പെഡൽ ഞാൻ നേരത്തെ പോലെ ഫുള്ള് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ചവിട്ടിയിരിക്കുകയാണ്. ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടിയിരിക്കുകയാണ്. പയ്യെ പോയിന്റ് തിക്നെസ്സിൽ നമ്മൾ ബാക്കിലോട്ട് കാലോട് ഇപ്പോൾ ഒരു വൈബ്രേഷൻ ഫീലായി. ഈ സമയത്ത് ഞാൻ നേരെ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്ത് വണ്ടി നേരെ പുറയിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ആയിട്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.